ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവും ഈ മീനുകൾ. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഈ മീനുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ഈ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്ന സംഭവം വെച്ചുകാണ്ടേ ഈ എല്ലാ ദിവസവും ഈ മീനുകൾക്ക് ഇനി ഓട്ടോമാറ്റിക് ആയിക്കാണ്ട് ഇന്ന സമയത്ത് മീനുകൾക്ക് ഓട്ടോമാറ്റിക് ആയിക്കാണ്ട് തീറ്റ വീഴുന്ന സംഭവം നമ്മൾ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള ഒരു ക്ലോക്ക് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സെൻസറും കാര്യങ്ങളും നമ്മൾ ഇതിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും നമ്മളെ വീട്ടിലുള്ള ഒരു ക്ലോക്ക് മാത്രം വെച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ മൊബൈൽ എന്തിനാണ് കൈ പിടിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൽ പെട്ടെന്ന് ചോദ്യം തന്നെ കേട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ മൈക്കൊക്കെ പകരമായിക്കാണ്ട് ഈ മൊബൈൽ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ഓഡിയോ ആണ് നമ്മളെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ല മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൊബൈൽ കൈക്ക് പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ. നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോക്കിൽ ഇപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല. അപ്പോൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്നൊരു ക്ലോക്കാണിത് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഈ 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കാൻ കാരണമേ കുറേ സമയം ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു DC മോട്ടറാണ്. അപ്പോൾ ഏകദേശം ഒരു 15 രൂപയുടെ മോട്ടറാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മോട്ടർ ഓൺ ഓഫ് ആക്കാനൊക്കെ വേണ്ടിയാണ് ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. നമ്മൾ കോഫി മേക്കിംഗ് മെഷീൻ ഉണ്ടാക്കിയ വീഡിയോ യൂട്യൂബിൽ ഇട്ടപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന ആ ബോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടിയവർക്ക് പോയി കാണാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ മൂടിയുടെ ഈ വശത്തായിട്ട് നമ്മൾ മോട്ടറിനായിട്ടുള്ളൊരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉൾവശത്തായിട്ട് നമ്മുടെ ഈ ചെറിയൊരു പൈപ്പിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലാകെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമുക്ക് ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ 2 ലെഗിലോട്ടായിട്ട് 2 വയർ സോൾഡർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മോട്ടറിലോട്ട് 2 വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വയറിലോട്ടായിട്ടേ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ഭാഗം നമുക്ക് സോൾഡർ ചെയ്തെടുക്കണം. എന്നിട്ട് സ്വിച്ചിൻ്റെ ഈ ഭാഗത്തു നിന്നും വേറെ നമുക്ക് സോൾഡർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ക്ലോക്ക് ഒന്ന് അയച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അയച്ചെടുക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രൂകൾ കാണാൻ കഴിയുന്നുണ്ടാവും. അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രൂകളൊക്കെ അയച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അയച്ചെടുക്കാം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എല്ലാ സ്ക്രൂകളും അയച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് എല്ലാം ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം ഇതാ ഈ ഭാഗം കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്കതും മാറ്റി വെക്കാം. പിന്നെ വരുന്നതാട്ടോ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ മീൻകുളത്തിലേക്ക് എപ്പോഴാണ് മീൻ തീറ്റ വന്ന് വീഴേണ്ടത് എന്നുള്ള സമയത്തിന് നേരായിട്ട് നമുക്കൊരു ഹോൾട്ട് കൊടുക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും 9 മണിക്ക് നമ്മുടെ മീൻകുളത്തിലേക്ക് മീൻ തീറ്റ വീഴണം എന്നുണ്ടെങ്കിൽ ഈ 9 മണിൻ്റെ നേരായിട്ട് നമുക്കൊരു ഹോൾട്ട് കൊടുക്കണം. അപ്പോൾ ആ ഹോള് കുഞ്ഞ് വയറ് കടക്കാൻ പാകത്തിനാണ് കേട്ടോ. ആ ഹോൾട്ട് ഒരുപാടൊന്നും ഹോള് വലിപ്പം വേണ്ട. അപ്പോൾ നമുക്കതൊരു ഹോൾട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. ഞാൻ ഹോൾട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോളേ ഈ മണിക്കൂർ സൂചിൻ്റെ കുറച്ച് നേരമായിട്ടാട്ടോ ഈ ഹോൾട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മണിക്കൂറിനനുസരിച്ച് തീറ്റ വേണോ, പിന്നെ മിനിറ്റിനനുസരിച്ച് തീറ്റ വേണോ, അതോ സെക്കൻഡിനനുസരിച്ച് തീറ്റ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് മണിക്കൂറിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഓരോ മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞ് വന്നതിന് ശേഷം 9 മണിയാകുമ്പോൾ നമ്മുടെ കുളത്തിലേക്ക് തീറ്റ വീഴാനുള്ള സെറ്റപ്പിലായിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിറ്റിലും ചെയ്യാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് അലുമിനിയം ഫോയിലാണ് കേട്ടോ. അപ്പോൾ ഈ അലുമിനിയം ഫോയിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൂടെ നമുക്ക് കറണ്ട് കടത്തി വിടാൻ പറ്റും. നമുക്ക് ഈ മണിക്കൂർ സൂചിൻ്റെ അതേ അളവിലായിട്ടേ നമ്മുടെ അലുമിനിയം ഫോയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം.
ഞാനിപ്പോൾ നമ്മുടെ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു അളവിലോട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ മണിക്കൂർ സൂചിയിലോട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ചുറ്റി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. കണ്ടോ, നമ്മൾ ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലൂടെ നമുക്ക് കറണ്ട് കടത്തി വിടാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഈ ഹോളിലൂടെ 2 വയർ നമുക്ക് കടത്തി വിടണം. കണ്ടോ, ഈ 2 വയർ നമുക്ക് അതിലൂടെ കടത്തി വിടാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ആ 2 വയറും ആ ഹോളിലൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ വയറൊന്ന് ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഇതാ ഇവിടെയാണ്. അപ്പോൾ ഈ വശത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാനുണ്ടാവും. കണ്ടോ, ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഏത് ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൃത്യ സെൻറ്റർ ആകുമ്പോൾ കട്ട് ചെയ്യണം. എന്നിട്ട് അത് കുഞ്ഞ് പീസാക്കി എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു ഇതുപോലൊരു പീസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് പീസാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അതിൽ നിന്നേ ഇതുപോലത്തെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യാനായിട്ട് വേണ്ടതേ നമ്മളെ പെന്നിൻ്റെ ഒരു പമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് മഷി കഴിഞ്ഞിട്ടുള്ളൊരു പമ്പാണ്. അപ്പോൾ ഈ പമ്പിൻ്റെ ഏകദേശം ഒരു ഇത്ര ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മളെ മോട്ടറിലോട്ടായിട്ടൊന്ന് ഇറക്കി വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇറക്കി വെച്ച് നോക്കാം. ടൈറ്റ് ആവുന്നുണ്ടോ, ടൈറ്റ് ആവുന്നില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈ വലിയ ബോട്ടിലിൻ്റെ മൂടി ഒന്ന് അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂടിയുടെ ഹോളിലോട്ടായിട്ടെ നമ്മുടെ ഈ മോട്ടർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മോട്ടറിൻ്റെ ഈ ഭാഗത്തായിട്ടേ നമ്മുടെ ഈ റീഫിലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന നമ്മളെ ബോട്ടിലിൻ്റെ ഈ ഭാഗം ഇതുപോലെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ മൂടി നമ്മളെ ബോട്ടിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളെ ബോട്ടിലോട്ട് സാധാ മാതിരി വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അത് അവിടെ നിന്ന് നല്ല രീതിയിൽ കറങ്ങാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മോട്ടറിൻ്റെ ഇവിടെ ആയിട്ട് വെച്ച് നോക്കാം. സ്വിച്ചിൻ്റെ അവിടെ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മോട്ടർ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മോട്ടറിൻ്റെ ലീഫിന്. ഫ്രണ്ട്സ്, ഇനി ഇതെല്ലാം കൂടി ഓട്ടോമാറ്റിക്കായി നമ്മളെ കുളത്തിലോട്ട് തീറ്റ വീഴാനുള്ള സെറ്റപ്പിലോട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്ലോക്കിൽ നിന്ന് വരുന്ന 2 വയറില്ലേ ഒരു വയർ നമ്മുടെ മോട്ടറിൻ്റെ ഒരു വയറേക്കാണ് നമുക്കൊന്ന് കൂട്ടി പിരിച്ച് വെക്കണം. അപ്പോൾ കൂട്ടി പിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് സോൾഡർ ചെയ്യുക. അതിനെന്ത് നിങ്ങൾക്ക് ചെയ്യാം. സോൾഡർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ കൂട്ടി പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ നമ്മുടെ ബാറ്ററിയുടെ ഏതെങ്കിലും വയറേക്കാണ് നമുക്കൊന്ന് കൂട്ടി പിരിച്ച് വെക്കാം. അപ്പം ബാറ്ററിയുടെ നെഗറ്റീവ് വയറായിട്ടാണ് കൂട്ടി പിരിച്ച് വെക്കുന്നത്. അപ്പോൾ അവൻ കൂട്ടി പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമ്മുടെ ക്ലോക്കിൽ നിന്ന് വരുന്ന മറ്റേ വയറിലോട്ട് നമുക്ക് കൂട്ടി പിരിച്ച് വെക്കാം. അപ്പോൾ അത് നമ്മൾ കൂട്ടി പിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഇത് വർക്കാവുന്നത് എന്നെല്ലാം. അപ്പോൾ ആദ്യമായിട്ടേ
അവിടെ ഈ മണിക്കൂർ സ്വിച്ച് ഒന്ന് ഇങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഇവിടുത്തെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺ ചെയ്തോടുകൂടി നമ്മളെ മോട്ടർ കറങ്ങണമെന്നില്ല. ഇവിടെ കൂട്ടി മുട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇനി നമ്മളെ മോട്ടർ വർക്കാവുക. നമ്മുടെ മണിക്കൂർ സൂചി ഇനി ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്, 2 മണിയായി, 3 മണിയായി, 4 മണിയായി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി ആയിട്ട് ആകാൻ നേരത്ത് നമ്മുടെ ഇവിടുത്തെ മോട്ടർ കറങ്ങും. കാണിച്ചുതരാം. കണ്ടോ, അത് നല്ല രീതിയിൽ മൂടി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മോട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുപാട് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ മോട്ടർ അവിടെ കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലായിട്ടേ നമ്മളെ മീനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മുടെ ഇത് മൂടി വെക്കും. പിന്നെ നമ്മൾ സാധാരണ തന്നെ ചെയ്ത് വെക്കും. പിന്നെ നോക്കാനുള്ളത് ഇവിടുത്തെ സ്വിച്ചാണ്. നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഇത് ഓണാക്കിയിട്ടാൽ മതി. ആവശ്യമില്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ടാൽ മതി. ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോമാറ്റിക് അങ്ങനെ പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഇത് സ്വിച്ച് നമ്മൾ വെച്ചിരുന്നത്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനുണ്ടാവും. ഞാൻ തുറന്ന് കാണിച്ചു തരാം. കാണാനുണ്ടാവും. കൈ ചാടിപ്പോയി. കണ്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കറങ്ങിയതിന് ശേഷം ഇതിലുള്ള ഈ പൈപ്പിലൂടെ നമ്മൾ ഫുഡ് ഇതിലൂടെ പുറത്ത് വരും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ സെക്കൻഡ് സൂചി എന്ന് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിനിറ്റ് സൂചി ഒന്ന് ഇങ്ങനെ കറക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണിക്കൂർ സൂചി ജസ്റ്റ് ബാക്കിലോട്ട് തന്നെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സമയം ഓടിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ വിചാരിക്കാം. നമ്മുടെ മിനിറ്റ് സൂചി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ മണിക്കൂർ സൂചി വരുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടാവും. അപ്പോൾ മിനിറ്റ് സൂചി ഇങ്ങനെ പോയി. ഇപ്പോൾ 4 മണിയായി, 5 മണിയായി, 6 മണിയായി, 7 മണി, 8 മണി, 9 മണി, 9 മണി ആവാൻ നേരത്ത് ഇത് കാണാനുണ്ടാവും. അവിടെ മോട്ടർ കറങ്ങിയത് ഉണ്ടാവും. മോട്ടർ കറങ്ങുന്നുണ്ട്. നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അവിടെ നിന്നും ചെയ്തു. അപ്പോൾ സംഭവം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് കുളത്തിലും പാടിയും പോയി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇത് കുളത്തിൽ വെക്കുന്നതിന് മുന്നായിട്ടേ നമുക്ക് ഈ ബോട്ടിലോട്ടായിട്ട് മീനിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. അതിന് മൂലം തോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുഡായിട്ട് കൊടുക്കുന്നതേ ഈ റവ എന്ന് പറയും. കാണുന്നുണ്ടാവും. ഇതാടാ ഫുഡായിട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതാണ് ഫുഡായിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു കാൽഭാഗം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഇനി നമുക്ക് നേരത്തെ കുളത്തിൻ്റെ അവിടെ പോയിക്കാണ്ട് വെക്കാം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ കുളം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വെക്കാം. അപ്പോൾ ഈ ക്ലോക്ക് വെക്കുമ്പോഴേ ഈ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി നമുക്കൊന്ന് ഊരി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ കറങ്ങുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നമ്മളെ സെക്കൻഡ് സൂചി ഊരി വെച്ചിട്ടുണ്ട്. കണ്ടോ, സെക്കൻഡ് സൂചി ഊരി വെച്ചാലും നമ്മുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചി നല്ല രീതിയിൽ കറങ്ങുന്നതാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചെയ്യാനുള്ളതേ നമ്മുടെ ക്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കുളത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വെക്കണം. അപ്പോൾ നമുക്കത് വെക്കാം. ഞാനിപ്പോൾ നമ്മുടെ ക്ലോക്കും കാര്യങ്ങളെല്ലാം നമ്മളെ കുളത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തായി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടാവും. പിന്നെ നമ്മളെ ബോട്ടിലിൻ്റെ ആ കുഴലിൻ്റെ ഭാഗം നമ്മുടെ കുളത്തിൻ്റെ നേരാക്കി വെച്ചിട്ടുണ്ട്. അത് എത്തിന് അങ്ങനെ വെക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ മോട്ടർ കിടക്കുമ്പോൾ അതിൽ നിന്നുള്ള മീനിൻ്റെ ഫുഡ് നമ്മുടെ കുഴൽ വഴിയാണ് നമ്മുടെ കുളത്തിലേക്ക് ചാടുന്നത്. അതുകൊണ്ടാണ് ആ കുഴൽ നമ്മളെ കുളത്തിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും 9 മണി ആവണോളം വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം 8:59 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം 9 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ആവുന്നുണ്ടോയെന്ന്. നിങ്ങൾക്ക് ക്ലോക്കിൽ കാണാൻ കഴിയുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ഇത് കൃത്യം 9 മണി ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ മണിക്കൂർ സൂചിനെ അനുസരിച്ച് ചെയ്യുന്നത്
ഓട്ടോമാറ്റിക്കായി ഓൺ ഓഫൊക്കെ ആവല്. നമുക്ക് നോക്കാം എത്ര നേരം വേണം എന്നുള്ളത്. ഫ്രണ്ട്സ് നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് കാണാൻ ഉണ്ടാവും ആ മോട്ടറിലോട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ, നമ്മുടെ കുളത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി ചാടുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവും എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ചാടുന്നത്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായി ചാടുന്നതാണ് കേട്ടോ, ഞാനെന്ത് വേറെ കാട്ടിട്ടില്ല, ഓട്ടോമാറ്റിക്കായി ചാടിയത് തന്നെയാണ്. അപ്പോൾ സംഭവം 100% വർക്കിംഗ് ആണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും ചെയ്യും, നമുക്ക് അതോളം കാത്തിക്കാം. ഫ്രണ്ട്സ് നമ്മുടേത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ കുപ്പി ചില സമയത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കുപ്പി ഇളകാത്ത രീതിയിൽ നല്ല രീതിയിൽ വെക്കാം. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. മണിക്കൂർ സൂചി ആ 2 വയറിൻ്റെയും കുറച്ച് മുകളിലായിട്ടുണ്ട്. പിന്നെ മിനിറ്റ് സൂചി 9:01 അത്ര ആക്കിയിട്ട് 9:01 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിനിറ്റ് സൂചി നിൽക്കുന്നത് 9:01 ആയിട്ടാണ്. ഇത് കാണാൻ കഴിയുന്നുണ്ടാവും, ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റായിട്ട്. കണ്ടോ 9:01 ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നല്ല രീതിയിൽ ചാടുന്നുണ്ട്, ഇത് കാണാൻ കഴിയുന്നുണ്ടാവും. ഞാൻ ഒന്ന് ക്യാമറ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിലൂടെ ഇങ്ങനെ ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. കണ്ടോ ഓട്ടോമാറ്റിക്കായി ഓഫ് ആയിട്ടില്ല, നമുക്കിത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നത് വരെ നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ചാടുന്നത് കണ്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്, 9:01 പോവാണ്. ഇത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് നമ്മൾ ഓട്ടോമാറ്റിക്കായി ഓഫായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം 100% വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ സമയം ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്, 9:01 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. പിന്നെ മണിക്കൂർ സൂചി ഇവിടെ ഈ 2 വയറും കടന്നിട്ടുണ്ട്, മുകളിലോട്ടായി എത്തിയിട്ടുണ്ട് കേട്ടോ മണിക്കൂർ സൂചി. അപ്പോൾ സംഭവം 100% വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, അപ്പോൾ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് പിന്നെ ഈ ഒരു വീഡിയോ എൻ്റെ സ്വന്തം ഐഡിയ വെച്ച് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധിക വീഡിയോ എൻ്റെ സ്വന്തം ഐഡിയ വെച്ചാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇത് കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ലൈക്കൊക്കെ ഷെയറൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇതിൽ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ്ട് അതൊരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.